2 ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്ത ഒരു തട്ടിക്കൂട്ട് ഫാൻസി ഡ്രസ്സിൻ്റെ കഥയാണ് ഇന്നത്തെ കാര്യം. ഹായ്, ഞാൻ ദീപ. എനിക്കാണെങ്കിൽ പിള്ളേരുടെ ഫാൻസി ഡ്രസ്സിന് സ്വന്തം ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആനിക്കുട്ടി അന്നയുടെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആനിക്കുട്ടിയുടെ ലാസ്റ്റ് ചാൻസാണ്. 4ാം ക്ലാസ് വരെയുള്ളൂ നമുക്കിവിടെ ഫാൻസി ഡ്രസ്സ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം എന്തോ അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ വേണ്ടെന്ന് വെച്ച് പോയി. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഫാൻസി ഡ്രസ്സിന് പോയില്ലായിരുന്നു. ഈ വർഷം ഞാനിങ്ങനെ നോക്കിയിരിക്കുക, എപ്പോഴാണ് അവർ പറയുന്നത് അതനുസരിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ചെയ്യാം, തുണിയൊക്കെ എടുത്ത് തയ്ച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും അവർ ആപ്പിൽ മെസ്സേജ് നടപ്പുണ്ടായിരുന്നു തിങ്കളാഴ്ച. പക്ഷെ ഞാനത് കാണുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച കണ്ടു, ബുധനാഴ്ച രാത്രിയാണ് കാണുന്നത്. വ്യാഴം വെള്ളി ശനിയാഴ്ചയാണ് ഫാൻസി ഡ്രസ്സ്. അപ്പോൾ എന്നാ ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, എടി വേണ്ട, നമുക്ക് ഒന്നും ചെയ്യണ്ട, പഴയ ഡ്രസ്സുകളും ഒന്നും നമ്മുടെ കയ്യിലില്ല. അന്നയുടെയൊക്കെ പഴയ ഡ്രസ്സ് ഉണ്ടായിരുന്ന ഞാൻ ആക്രിക്ക് കൊടുത്തു, കാരണം ഇവക്ക് ചേരത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ വണ്ണം അങ്ങ് കുറയുകയും ചെയ്തു. സംഭവം എന്തോ ചെയ്യുമെന്നായിപ്പോയി. പിന്നെ തുണി എടുത്ത് തയ്ക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഇവക്ക് ഇവിടെ ഒരു കറുത്ത ഫ്രോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ഫ്രോക്ക് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, ഞാനും അന്നയും കൂടി ഇരുന്നിട്ട്. ഓക്കെ, നമ്മുടെ സ്ഥിരം തീം വിച്ച് ദുർമന്ത്രവാദിനി, അതാണ് ഞങ്ങളുടെ തീം. ബ്ലാക്ക് ആയതുകൊണ്ട് ഡ്രസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കേപ്പ് വേണം. അപ്പം അലമാരി തപ്പിയപ്പം പഴയൊരു റെഡാണ് ഞാൻ തപ്പിയത്. റെഡ് സാറ്റിനോ അല്ലെങ്കിൽ വെൽവെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് രസമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു മജന്ത കളറാണ്. പിന്നെ മജന്ത എങ്കിൽ മജന്ത അത് വെച്ച് ഞാനൊരു കേപ്പ് തയ്ച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടെ മുടി പൊക്കി കെട്ടാന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. അപ്പോൾ ആനി പറഞ്ഞു അവൾക്ക് തൊപ്പി വേണം. അപ്പോൾ തൊപ്പി എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല തൊപ്പി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ ഇനി ആ സമയം കൊണ്ട് തൊപ്പി പോയി വാങ്ങിക്കാനുള്ള സമയമൊന്നുമില്ല, വൈകിട്ടൊന്നും എനിക്ക് പുറത്തിറങ്ങാൻ ഒക്കത്തുമില്ല. അപ്പോൾ ആനി തന്നെ തപ്പിയെടുത്തോണ്ട് വന്നു. ഇവിടെ ഉണ്ടായിരുന്ന സാധാരണയുള്ള നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ ഒരു തൊപ്പി, ഇങ്ങനെ വട്ടത്തിലുള്ള ആ തൊപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അതെന്തെങ്കിലും ചെയ്ത് അമ്മ അതൊന്ന് റെഡിയാക്കി തായോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിത് ഇവിടെ ഇരുന്ന് നമ്മുടെ പേപ്പർ ബക്രം ഉണ്ട്, കറുത്ത കളറിലുള്ള പേപ്പർ ബക്രം അല്ല, അത് ശരിക്കും ഇതാണ് നമ്മുടെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ അതിൻ്റെ അടി വയ്ക്കുന്ന സംഭവമാണ്. പേപ്പർ ബക്രത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണത്, സ്റ്റെബിലൈസർ എന്ന് പറയും. കുറച്ചും കൂടെ കനം കുറവാണ് പേപ്പർ പോലെ. അതിൻ്റെ ഒരു 2 ലെയർ എടുത്ത് ഒരു കോൺ ഉണ്ടാക്കി സ്റ്റേപ്ലർ വെച്ച് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. ആദ്യം ഇങ്ങനെ കൂർത്ത കുന്തം പോലെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു തൊപ്പി, ഈ വിച്ചിൻ്റെയൊക്കെ തൊപ്പി എന്ന് പറയുമ്പോൾ കുറച്ച് ചുക്കിച്ചുളുങ്ങി ഇരിക്കുമല്ലോ, അങ്ങനെ ചുക്കിച്ചുളുക്കിയൊക്കെ എടുത്തു സ്റ്റേപ്ലറൊക്കെ വെച്ച് തന്നെ. പിന്നെ ആ സ്റ്റേപ്ലർ കാണാതിരിക്കാനായിട്ട് കളർ ചെയ്തു, ആക്രിലിക് പെയിന്റ് വെച്ച് അതങ്ങോട്ട് സെറ്റാക്കിയപ്പം തൊപ്പി റെഡിയായി. അപ്പോൾ ഒരു സാധനമായി, കേപ്പായി. പിന്നെ ഒരു കമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം അന്നയ്ക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കമ്പ് എടുത്തിട്ട് അതേ കറുത്ത സാറ്റിൻ റിബൺ കെട്ടിയിട്ടാണ് വിച്ചിൻ്റെ വടി ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം പിന്നെ അതിനുള്ള സ്കോപ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കണ്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു വടി എടുത്തിട്ട്, ബ്ലാക്ക് സാറ്റിനൊന്നും ഇല്ലായിരുന്നു, ഈ തുണിയുടെ തന്നെ മിച്ചം വെച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് പിന്നെ കുറേ കരിച്ചു കൊടുത്തു. നമ്മൾ ലൈറ്റർ വെച്ചൊന്ന് കരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വടിയായി. പിന്നെ ഉള്ളത് നഖത്ത് നഖം ഇങ്ങനെ നീണ്ടിരിക്കുന്ന നഖം ഉണ്ടാക്കലാണ്. അതിവിടെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് അവരെന്തോ ഒരു സംഭവം വെച്ചാൽ അത് അന്നയാണ് ഉണ്ടാക്കുന്നത്. അത് ഇടയ്ക്കൊരു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള എന്തോ ഒരു പേപ്പറോ എന്തോ ഉണ്ട് അവരുടെ കയ്യിൽ, ഒരു ചെറിയ കനം കുറഞ്ഞ എന്തോ ഒരു സാധനം. അത് വെച്ചിട്ട് അവർ നഖം ഉണ്ടാക്കിയിട്ട് അതിൽ കളർ അടിച്ച് വെച്ച്, പിന്നെ നമ്മുടെ ഇവിടെ ബ്ലൂ ടാക്ക്, അനിയത്തി ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ഒരു സാധനമാണ് ബ്ലൂ ടാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ഭയങ്കര ഉപകാരമുള്ള സാധനമാണ്. എന്തും ഏതും എവിടെയും നമുക്ക് ഒട്ടിച്ച് വയ്ക്കാന്നുള്ളതാണ്. ആണിയില്ലാണ്ട് നമുക്ക് ചെറിയ ഫോട്ടോ ഫ്രെയിം വരെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ആ സംഭവം ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിയാണ് അവളുടെ കൈയുടെ നഖത്തിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് വേദനിക്കത്തൊന്നുമില്ല, അതങ്ങനെ ഒട്ടിയിരുന്നോളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നഖം റെഡിയാക്കി. പിന്നെ ഞാൻ പോയിട്ട് ഏതോ ഒരു ദിവസം പോയിട്ട് ഇച്ചിരി നീളമുള്ളൊരു സോക്സും വാങ്ങിച്ചു. കാരണം നമുക്ക് ഫ്രോക്ക് ആണെങ്കിലും ഹാഫ് ഫ്രോക്കാണ്, ഇച്ചിരി ഫുള്ളായിരുന്നെങ്കിൽ ആ ഒരു ലുക്ക് വന്നാനേ. പിന്നെ സോക്സ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെന്താ, വേറൊന്നുമില്ല. പിന്നെ അവസാനം നമ്മൾ മേക്കപ്പിൽ സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അല്ലാണ്ട് നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനൊരു വർക്കത്തൊന്നും ഇല്ലെങ്കിലും നമുക്ക് മേക്കപ്പ് ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. ശരിക്കും പണ്ട് അന്നയ്ക്കൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ ഫാൻസി ഡ്രസ്സിന് പോകുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു, ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ നോർമലി ഒരു ഡ്രസ്സ് എടുത്തിട്ടിടുന്നതും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ മേക്കപ്പും കൂടെ ചെയ്ത് കാണുമ്പം ഭയങ്കര വ്യത്യാസമാണ്. ആ ഒരു അപ്പിയറൻസ് തന്നെ മാറും കേട്ടോ. അപ്പോൾ അന്നയുടെ എനിക്ക് തോന്നുന്നു 3ാമത്തെയോ 2ാമത്തെയോ തവണ തൊട്ടാണ് ഞാൻ അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവളുടെ ഫാൻസി ഡ്രസ്സിന് ഞാൻ ചെയ്ത കുറച്ച് തീംസ് 2-3 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവസാനം കൊടുക്കാം കേട്ടോ, ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കാം. ഇവളുടെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ അധികം ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ ഇവളുടെ വീഡിയോസൊക്കെ കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ
രാവിലെ അതായത് ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ടാണ് ഇത് ചെയ്തത്. നമുക്കൊരു വൈകിട്ടൊരു 9 മണിക്ക് ശേഷമാണ് ഇത് എന്തെങ്കിലും ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത്. അപ്പം ബുധനാഴ്ച നമ്മളിങ്ങനെ സ്റ്റക്കായിരുന്നു. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൊണ്ട് സംഭവങ്ങളൊക്കെ റെഡിയാക്കി, വെള്ളിയാഴ്ച കൊണ്ട് തൊപ്പിയൊക്കെ ആക്കി. എന്നിട്ട് ചെറിയൊരു വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ അവളുടെ ഒരു ചിരിയുണ്ട്, അത് പക്കായിരുന്നു. പക്ഷെ അവൾക്കത് സ്റ്റേജിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒന്നെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വെറുതെ ആക്ഷൻ മാത്രം. അതുകൊണ്ട് നമ്മൾ ഇവള് ചിരിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ മ്യൂസിക് കൊടുത്തില്ല. ഇവള് ചിരിക്കുമല്ലോ എന്ന് വെച്ചു. പക്ഷെ ഇവള് കയറുന്നതിന് മുമ്പ് അവർ പറഞ്ഞെന്ന് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയും, അതുകൊണ്ട് അവൾ ശബ്ദം ഉണ്ടാക്കിയില്ല. പക്ഷെ അത് നല്ല രസമായിട്ട് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ശനിയാഴ്ചയായിരുന്നു പരിപാടി. രാവിലെ എല്ലാം സെറ്റാക്കി മേക്കപ്പൊക്കെ ഇട്ട് ഫുഡൊക്കെ കൊടുത്ത് ആളെയും കൊണ്ട് നമ്മൾ വണ്ടിയിൽ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് അവൾക്ക് ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിലൊക്കെ നടക്കണം. പക്ഷേ ഇപ്രാവശ്യം നടന്നില്ല. കാരണം ഇപ്രാവശ്യം സ്കൂൾ ഡേ അല്ല, അല്ലെങ്കിൽ വർക്കിംഗ് ഡേ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പരിപാടിക്കുള്ള പിള്ളേർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ ഫ്രണ്ടിൽ ഒന്ന് ഫ്ലെക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവളുടെ മെയിൻ ഉദ്ദേശം. അതെന്തായാലും നടന്നു കുറച്ച് നേരം. ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി അധികം നേരം ഒന്നുമില്ലായിരുന്നു. നമ്മളൊരു 8:30 ആയപ്പോൾ ചെന്നു, 9 മണി അല്ല 8:30 കഴിഞ്ഞപ്പോൾ ചെന്നു, 9 മണിയൊക്കെ അങ്ങോട്ട് കയറ്റി. ഒരു 10:30 11 മണിയായപ്പോൾ പരിപാടി തീർന്നു. നമ്മൾ ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാൻസി ഡ്രസ്സിൻ്റെ കലാപരിപാടികൾ. അപ്പോൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു ബിഹൈൻഡ് ദ സീൻ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിങ്ങനെ ഇങ്ങനൊരു ഐഡിയയും കൂടെ ആവും ആൾക്കാർക്ക്. മേ ബി ഇത് നമുക്ക് കടയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ചമയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റിന് സാധനം കിട്ടും. പക്ഷെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ആനിയുടെ സമയത്തൊന്നും എനിക്ക് ഭയങ്കരമായ ക്രിയേറ്റിവിറ്റി ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ആനി ഒട്ടും കോപ്പറേറ്റീവ് അല്ല. പക്ഷെ അന്നയുടെ ടൈമിൽ നമ്മൾ പല പല വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരാരും പിച്ചക്കാരി, മറ്റേ മീൻകാരി, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇവരെടുക്കൂല കേട്ടോ. ഇവരൊക്കെ ഭയങ്കര റിച്ച് ലുക്ക് ഉള്ളത് മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഇവർ കൊണ്ടുവരുന്ന തീമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ BTSന്റെ അവരുടെയൊക്കെ ഏതൊക്കെയോ പാട്ടുകാരുടെയൊക്കെ. അപ്പം ഞാൻ പറയും ഈ പാട്ടുകാരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജഡ്ജസിന് മനസ്സിലാവണമല്ലോ ഇത് ആരാന്ന്. അപ്പം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇച്ചിരിയെങ്കിലും മനസ്സിലാവണ്ടേ ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞു. ഇതായിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ബിഹൈൻഡ് ദ സീൻസ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അവസാനം അന്നയുടെ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഫാൻസി ഡ്രസ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.